എനിക്ക് നൃത്തപരിപാടി വേറെ പല സ്ഥലത്തും കിട്ടും. എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു അവസരം തരുമെന്നാണ് എനിക്ക് അയാൾ ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട്. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കുന്ന താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് ഇത്രയും മോശമായ രീതിയിൽ വളച്ചൊടിക്കുന്നത് ആരാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്. 2 കാര്യങ്ങളാണ് അദ്ദേഹത്തോട്. ചെറുതല്ല, എന്നാലും പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് പറയാം. ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ഇന്ന് മലയാളികളെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യഭാമയുടെ കറുപ്പിനോടുള്ള വെറുപ്പിനെ കുറിച്ചാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് DNA ന്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് അങ്ങനൊരു ഇൻ്റർവ്യൂ പ്രത്യക്ഷപ്പെടുന്നത്. DNA എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന DNA അല്ല, ഡെമോക്രസി, നാഷണാലിറ്റി, ആക്യുറസി, അതാണ് DNA. അതെന്തെങ്കിലും ആവട്ടെ. പറഞ്ഞത് കലാഭവൻ മണിയുടെ അനിയനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെലിബ്രിറ്റിയെക്കുറിച്ചോ എന്നതല്ല വിഷയം. പറഞ്ഞ കാര്യങ്ങളാണ് വിഷയം. ആ വിഷയങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. മോഹിനിയാട്ടം ആടുന്നത് മോഹിനിയായിരിക്കണം. എന്നാൽ ഈ പറയുന്ന വ്യക്തി കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ്. കാൽ ഒരു പരിധിയിൽ കൂടുതൽ അകത്തി വെച്ച് ചെയ്യേണ്ട ഒരു ആർട്ട് ഫോമാണ് മോഹിനിയാട്ടം. ഒരു പുരുഷൻ അങ്ങനെ കാലകത്തി ചെയ്താൽ അതുപോലെ അരോചകമായ ഒരു കാഴ്ച വേറെയില്ല. ഇനി അഥവാ മോഹിനിയാട്ടം ആൺകുട്ടികൾക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യമുണ്ടാവണം. ആൺപിള്ളേരിലും സൗന്ദര്യമുള്ളവരുണ്ട്. എന്നാൽ ഇവനെ കണ്ടാൽ ദൈവം പോലും അല്ല, പെറ്റ തള്ള പോലും സഹിക്കില്ല. ശേഷം വിവരിക്കുന്നതെല്ലാം അവരുടെ ശ്രേഷ്ഠമായ ജഡ്ജ്മെന്റിന്റെ ജൈത്രയാത്രയെക്കുറിച്ചാണ്. ആ പറഞ്ഞ വിഷയങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതലുള്ള പ്രശ്നങ്ങൾ. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? അങ്ങനെ ഒരു പഴഞ്ചൊല്ല് നമ്മളിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്കെങ്കിലും പറയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് എന്ന്? മോശമായ ഒന്ന് എത്ര ശ്രമിച്ചാലും ശ്രേഷ്ഠമാവില്ല എന്ന് മാത്രമേ ആ പഴഞ്ചൊല്ല് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത്രയ്ക്കൊന്നും വലിച്ചു നീട്ടണമെന്നില്ല. എത്ര ഉരച്ചു കഴുകിയാലും കറുത്ത നിറം പോയി വെളുത്ത നിറം വരില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അതായത് വെളുപ്പ് എന്നത് എന്തോ വലിയ കാര്യമാണ് എന്നും കറുപ്പ് എന്നത് എന്തോ മോശം കാര്യമാണ് എന്നും പണ്ടേ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ കുത്തിവെക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് സത്യഭാമയുടെ സോ കോൾഡ് സ്റ്റേറ്റ്മെന്റ്സിന് താഴെ വരുന്ന കമന്റ്സിൽ ബഹുഭൂരിപക്ഷവും ഇങ്ങനെയാണ്: രാമകൃഷ്ണന്റെ തൊലിപ്പുറമെ മാത്രമേ കറുപ്പുള്ളൂ, നിങ്ങളുടെ ഉള്ളിലാണ് കറുപ്പ് എന്ന്. കേൾക്കുമ്പോൾ ഒരു പഞ്ച് ഡയലോഗ് തന്നെയാണ്. പക്ഷേ അതിൽ പറയാതെ പറയുന്നൊരു കാര്യം കറുപ്പ് എന്നത് മോശം തന്നെയാണ് എന്നാണ്. ആ കമന്റ് ചെയ്യുന്നവരും അംഗീകരിക്കുന്നു കറുപ്പ് നിറമുള്ളവർ മോശക്കാരാണ് എന്ന്. എന്താണ് കറുപ്പ്? എന്താണ് വെളുപ്പ്? വെളുപ്പ് എന്നാൽ നിറമില്ലാത്ത അവസ്ഥയും കറുപ്പ് എന്നാൽ നിറമുള്ള അവസ്ഥയും മാത്രമാണ്. അല്ലാതെ ഒന്നിനും പ്രത്യേകിച്ച് ശ്രേഷ്ഠ സ്ഥാനമൊന്നുമില്ല. എത്രയൊക്കെ പറഞ്ഞത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും താൻ പറഞ്ഞതിലെ തെറ്റ് തിരിച്ചറിയാനാവാത്ത ആ സ്ത്രീയെ അപമാനിക്കുന്നത് കൊണ്ടോ കുരിശിൽ തറയ്ക്കുന്നത് കൊണ്ടോ അവർക്ക് ബോധമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരെ ചോദ്യം ചെയ്യുന്ന ഓരോ റിപ്പോർട്ടർമാരുടെയും നേരെ ചീറിയെടുക്കുന്ന അവരെ കാണുമ്പോൾ ഇനി ഒരിക്കലും അതിലൊരു തെല്ല് കുറ്റബോധം അവർക്കുണ്ടാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. അവരെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ടോ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടോ അതിടുന്നവർക്ക് കുറച്ച് റീച്ച് കിട്ടും എന്നല്ലാതെ അതുകൊണ്ട് അവർക്ക് വേറെ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ നീ എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്? അവരെ തിരുത്താനോ അവർ ചെയ്തത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനോ അല്ല ഇങ്ങനൊരു വീഡിയോ. അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിൽ എനിക്ക് ചില വിഷയങ്ങൾ പറയാനുണ്ട്. കാക്കയുടെ നിറത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് കാക്ക കുഞ്ഞിനെ കുറിച്ച് പറയാം. പെറ്റ തള്ള സഹിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി അവർ പറഞ്ഞിരുന്നു. അവിടെയാണ് കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പഴഞ്ചൊല്ലിന് സ്ഥാനം. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്, അതായത് കാക്കയ്ക്ക് പോലും തൻ്റെ കുഞ്ഞ് പൊൻകുഞ്ഞാണ് എന്ന്. കാക്കയ്ക്ക് പോലും എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വിരൂപമാണ് കാക്കയുടെ കുഞ്ഞ് എന്ന് പറയാതെ പറയുകയല്ലേ. എന്താണ് മറ്റു പക്ഷികളിൽ നിന്നും കാക്കയെ വ്യത്യസ്തമാക്കുന്നത്? അതിൻ്റെ നിറം മാത്രമാണ്. ആ കറുത്ത പക്ഷിയുടെ കുഞ്ഞ് അത്രയ്ക്കും വിരൂപമാണ് എന്നും അത്രയ്ക്കും വിരൂപമായ കുഞ്ഞിനെ പോലും കാക്ക പൊന്നുപോലെയാണ് നോക്കുന്നത് എന്നുമാണ് മഹത്തായ ആ പഴഞ്ചൊല്ല് പറയുന്നത്. ഇതൊക്കെ കേട്ട് വളരുന്ന നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ആവാതിരിക്കുക? ആ അർത്ഥത്തെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം താൽക്കാലികമായി. അതിൻ്റെ ഇതിവൃത്തത്തെ മാത്രം മനസ്സിലാക്കാം. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് എത്ര വികൃതമായതായാലും ശരി പൊന്നാണ് എന്ന് മാത്രമാണ് ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ശരി, അങ്ങനെയെങ്കിൽ പെറ്റ തള്ള സഹിക്കില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റിലൂടെ എന്തായിരിക്കും സത്യഭാമ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക?
എത്ര വികൃതമായ കുഞ്ഞായാലും ശരി, അമ്മയ്ക്ക് പൊന്നാണ് എങ്കിൽ ആ പെറ്റ അമ്മയ്ക്ക് പോലും സഹിക്കാൻ പറ്റാത്തൊരു കുഞ്ഞ്, അങ്ങനെയെങ്കിൽ എത്ര വിരൂപനായിരിക്കും ആ കുഞ്ഞ്. അങ്ങനെയാണ് സത്യഭാമ RLV രാമകൃഷ്ണനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കറുത്ത നിറം കൊണ്ട് പെറ്റ അമ്മയ്ക്ക് പോലും സഹിക്കാൻ പറ്റാത്ത അത്രയ്ക്കും വിരൂപനാണ് RLV രാമകൃഷ്ണൻ എന്നാണ് സത്യഭാമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോഡി ഷേമിങ്ങിൻ്റെ അങ്ങേയറ്റം എന്ന് പറയാൻ സാധിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവരോ നന്നാവില്ല. ഇനി നിങ്ങളെങ്കിലും നാളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ പറയുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മോഹിനിമാർക്ക് മാത്രം ആടാൻ സാധിക്കുന്ന, മോഹനന്മാർക്ക് ആടാൻ സാധിക്കാത്ത മോഹിനിയാട്ടത്തെക്കുറിച്ച് 2 കാര്യം. എന്താണ് മോഹിനിയാട്ടം? അസുരന്മാരെ മയക്കാൻ മഹാവിഷ്ണു അണിഞ്ഞ സ്ത്രീരൂപത്തെയാണ് മിത്തോളജിയിൽ മോഹിനി എന്ന് വിളിക്കുന്നത്. അതായത് മറ്റൊരാളെ മയക്കാൻ വേണ്ടി ആടുന്ന ആട്ടം. പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ അമൃത് അസുരന്മാരിൽ നിന്നും മോഷ്ടിക്കാൻ വിഷ്ണു സ്ത്രീവേഷം കെട്ടിയാടിയ ആട്ടത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം എന്ന് പറയപ്പെടുന്നു. എന്നാൽ കേരളത്തിൻ്റെ തനതായ കലാരൂപം എന്നൊക്കെ മോഹിനിയാട്ടത്തെ വിളിക്കും മുമ്പേ അതിന് ചില ചരിത്രങ്ങളുണ്ടായിരുന്നു. കാലങ്ങൾക്ക് മുമ്പേ ഈ ഒരു കലാരൂപം ദേവദാസികളിലായിരുന്നു കൂടുതലും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മോഹിനിയാട്ടത്തെ ദാസിയാട്ടം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. 9-ാം നൂറ്റാണ്ടിൻ്റെയും 12-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലാണ് ഈ ഒരു കലാരൂപത്തിന് കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ലളിതമായ വസ്ത്രരീതിയും കേരളീയ ആഭരണങ്ങളും അതിനോട് ചേർന്ന ചമയങ്ങളുമാണ് മോഹിനിയാട്ടത്തിൻ്റെ പ്രൗഢി. മോഹിനിയാട്ടം ആടുന്നവർ മോഹിനിയായിരിക്കണം എന്നാണ് ഭാമചേച്ചിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയെങ്കിൽ മോഹിനിയാട്ടത്തിൻ്റെ യഥാർത്ഥ ചരിത്രം അനുസരിച്ച് മോഹിനിയാട്ടം ആടുന്നവർ ദേവദാസികളായിരിക്കണം. ദേവദാസി എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ വിശദീകരിക്കാൻ എനിക്കൊരൽപ്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിക്കിപീഡിയയിലുള്ള ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്കായി കാണിച്ചു തരാം. എന്നാൽ ചരിത്രം അവിടെയും അവസാനിക്കുന്നില്ല. BC 200 മുതൽ AD 200 വരെയുള്ള കാലഘട്ടത്തിനിടയിലായിരിക്കാം ഭരതമുനി നാട്യശാസ്ത്രം എഴുതിയത് എന്ന് പറയപ്പെടുന്നു. നാട്യശാസ്ത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന പല നൃത്തരൂപങ്ങളുടെയും അടിസ്ഥാനമെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. നാട്യശാസ്ത്രത്തിൽ പ്രധാനമായും 2 രീതിയിലുള്ള നൃത്തങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1 താണ്ഡവ നൃത്തം, 2 ലാസ്യനൃത്തം. ലാസ്യനൃത്തത്തിൻ്റെ ഘടകങ്ങളെയും ലക്ഷണങ്ങളെയും പിന്തുടർന്നാണ് മോഹിനിയാട്ടം രൂപീകരിച്ചിട്ടുള്ളത്. മോഹിനിയാട്ടത്തിൻ്റെ യഥാർത്ഥ ചരിത്രം ആർക്കും തന്നെ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും പഴയ തെളിവ് പറയുന്നത് 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന തൃക്കൊടിത്താനം വിഷ്ണു ക്ഷേത്രത്തിലെയും കിടങ്ങൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെയും ചില നൃത്തശില്പങ്ങൾ മാത്രമാണ്. എന്നാൽ പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിളുണ്ട്. മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതിൽ നിന്നും പുരുഷന്മാരെ പിന്തിരിപ്പിക്കുന്നത് എന്താണ് എന്ന് തുടങ്ങുന്ന ഒരു ആർട്ടിക്കിൾ. അതിൽ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. മോഹിനിയാട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സീനിയർ ഫെലോഷിപ്പ് അവാർഡ് നേടിയ ആദ്യത്തെ നർത്തകനായ ഡോക്ടർ RLV ജോളി മാത്യുവിനെ കുറിച്ച്. കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയുടെ ശിഷ്യൻ കൂടിയാണ് അദ്ദേഹം പറയുന്നു, കലാമണ്ഡലത്തിൽ തുടക്കത്തിൽ മോഹിനിയാട്ടം പഠിപ്പിച്ചിരുന്നത് നട്ടുവന്മാരായ കൃഷ്ണമേനോൻ, കൃഷ്ണപ്പണിക്കരാശാൻ എന്നിവരായിരുന്നു. എന്നാൽ ആ സമയത്ത് പുരുഷന്മാർക്ക് നൃത്തം അവതരിപ്പിക്കാനുള്ള വേദികൾ ഉണ്ടായിരുന്നില്ല. ജോളി മാത്യു പറയുന്നതനുസരിച്ച് 90കളുടെ തുടക്കത്തിൽ വരെ സ്കൂൾ കലാമത്സരങ്ങളിൽ ആൺകുട്ടികളുടെ മോഹിനിയാട്ടം ഒരു മത്സര ഇനമായിരുന്നു. ആൺകുട്ടികൾ സ്ത്രീകളായി നൃത്തത്തിൽ അഭിനയിക്കുന്നത് അശ്ലീലമാണ് എന്ന് വാദിച്ചായിരുന്നത്രേ ആ കലാരൂപം എടുത്തു കളഞ്ഞത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. മോഹിനിയാട്ടത്തിൽ പാർവതി ദേവിയെയും മറ്റും അവതരിപ്പിക്കുന്ന ആൺകുട്ടികളുടെ ഭാവത്തെ അശ്ലീലമായി കണ്ടവർ കൃഷ്ണനെയും ദുര്യോധനെയും അവതരിപ്പിക്കുന്ന പെൺകുട്ടികളുടെ ഭാവത്തെ അശ്ലീലമായി കണ്ടിരുന്നില്ല എന്ന്. എങ്കിലും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കും സത്യഭാമയ്ക്ക് രാമകൃഷ്ണനോട് ഇത്രയ്ക്ക് ദേഷ്യം? അത്ര ദേഷ്യമില്ലാതെ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ഇങ്ങനൊക്കെ പറയുമോ എന്ന്, അതും പബ്ലിക്കായി. ഏതാണ്ട് ഇന്നലെ എനിക്കതിന് ഒരു ഉത്തരം കിട്ടിയതുപോലെ തോന്നുന്നു. അതായത് രാമകൃഷ്ണൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ആ ഇൻ്റർവ്യൂ കാണുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു കോൾ വന്നു. അത് സുരേഷ് ഗോപിയായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ വെച്ച് തന്നെ അദ്ദേഹം ആ ഫോൺ എടുക്കുകയും സുരേഷ് ഗോപി പറഞ്ഞത് ഒരു നൃത്തവേദിക്കുള്ള അവസരത്തെക്കുറിച്ചാണ്. ആ ഇൻ്റർവ്യൂവിൽ വെച്ച് തന്നെ അദ്ദേഹം ആ അവസരം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ആ ഇൻ്റർവ്യൂവിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു ചാനലിൽ മറ്റൊരു വീഡിയോ കൂടി വന്നു. ആ വീഡിയോയും ഞാൻ കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നത് വ്യത്യസ്തമായൊരു വിഷയമാണ്. അതിനുശേഷം മറ്റൊരു ചാനലിൽ അദ്ദേഹം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്.
ഈ 2 വീഡിയോകളും നിങ്ങൾക്ക് മുമ്പിൽ ഞാനിപ്പോൾ കൊടുക്കാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ പറയണം എന്തുകൊണ്ടായിരിക്കും സത്യഭാമയ്ക്ക് ഇദ്ദേഹത്തോട് ഇത്ര ദേഷ്യം വരാൻ കാരണം എന്ന്. മുമ്പിൽ വന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും. എന്റെ നവോത്ഥാന പ്രവർത്തനം ഇങ്ങനെയാണ്. ഇത് എന്നാ ഡേറ്റ് സാറേ? 28 ഈ മാസം. ഓക്കെ സാറേ. ഓക്കെ നക്ഷത്രം. ശരി കേട്ടോ? ഓക്കെ കൊല്ലത്ത് ഭരണിക്കാവ് ക്ഷേത്രത്തിലാണ്. ശരി. കൊല്ലം ഭരണിക്കാവ് എന്ന് പറഞ്ഞാൽ ടൗണിലുള്ളതാണ്. അറിയാം. എന്തായാലും സിനിമാ രംഗത്ത് നിന്ന് ചേട്ടന്റെ സുഹൃത്തായിട്ടുള്ള ആള് ചേട്ടൻ പോയി ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു എന്താ പറയുക ഒരു കൈചേർക്കൽ ഉണ്ടായാലും വലിയ സന്തോഷം. അല്ല, ഇങ്ങനെ പറ്റൂ. അല്ലാതെ സാമൂഹിക വിമർശനം അതിനുവേണ്ടി ജീവിക്കുന്ന ആൾക്കാർ അവരുടെ കൂടെ അണിനിരക്കാൻ ഒക്കത്തില്ല. രാവിലെ വിളിച്ചിരുന്നു. എനിക്കിപ്പോൾ ഒരു നൃത്ത പരിപാടി തരാമെന്നാണ് പറയുന്നത്. ഇപ്പം അത് പറയുമ്പം ചേട്ടൻ മരിച്ച് ഒരു 8 വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു സിനിമാ നടൻ വിളിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. ഇത് ചേട്ടൻ്റെ സുഹൃത്തുന്നുള്ള രീതിയിലുള്ള സന്തോഷമാണ്. എന്തായാലും നൃത്ത പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, എനിക്ക് നൃത്ത പരിപാടി വേറെ പല സ്ഥലത്തും കിട്ടും, എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു അവസരം തരുമെന്നാണ് എനിക്ക് അയാൾ ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട്. വിവാദമല്ലാതെ ഞാൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ക്ഷണത്തിൽ ഞാൻ സ്വീകരിച്ചു. അന്ന് എനിക്കൊരു നൃത്ത പരിപാടിയുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കുന്ന താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് ഇത്രയും മോശമായ രീതിയിൽ വളച്ചൊടിക്കുന്നത് ആരാണെന്ന് അറിയില്ല. ആദ്യത്തെ ഇന്റർവ്യൂ വീഡിയോയിൽ റിപ്പോർട്ടർമാരുടെ മുമ്പിൽ വെച്ച് സുരേഷ് ഗോപി നൽകിയ ആ ഒരു അവസരം അദ്ദേഹം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് സിനിമയിൽ ഒരു അവസരമാണ് ചോദിച്ചത് എന്ന്. അതിനുശേഷം 3ാമത്തെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നു ആ അവസരം ചോദിച്ചതിനെ മറ്റാരോ വളച്ചൊടിച്ചതാണ് ഇത് എന്ന്. ഏതെങ്കിലും ഒരു മാധ്യമം വാർത്ത കൊടുത്തതാണ് എങ്കിൽ അതിനെ വളച്ചൊടിച്ചതാണ് എന്നൊക്കെ പറയാം. എന്നാൽ സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞൊരു കാര്യം മറ്റാരോ വളച്ചൊടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ തന്നെ വൈരുദ്ധ്യം കാണുമ്പോൾ സത്യഭാമ പറഞ്ഞ ജഡ്ജ്മെന്റ് കഥയിലും സത്യമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും അവർ പറഞ്ഞ ബോഡി ഷേമിങ്ങിനെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. പലപ്പോഴും പണ്ട് മുതൽ നമ്മൾ അറപ്പും വെറുപ്പും അഴുക്കുമെല്ലാം കൊട്ടുന്ന ഒരു സ്ഥലമുണ്ട്, കാക്ക. ആ കാക്കയുടെ വൃത്തി നമ്മുടെ മനസ്സിനുണ്ട് എങ്കിൽ അതിലും വലുതായി മറ്റൊന്നും വേണ്ട.